നമസ്കാരം. ആദ്യമേ പറയാം, പനിയാണ്. ഇന്നലെ പനി അടിച്ച് റെഡിയായി. സത്യം പറഞ്ഞാൽ നമ്മളെ മീനു ചേച്ചി പ്രാഗി തള്ളിയെന്ന് എനിക്ക് തോന്നുന്നു. മീനു ചേച്ചി പ്രാഗി കൂടുതൽ വയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്ന് എന്തായാലും നമുക്കൊരു കൺക്ലൂഷൻ പോലെയൊക്കെ പറയാം. മിനു മുനീർ ആരെന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതിന് അനുബന്ധിച്ചുള്ള അതിനെ സാധൂകരിക്കുന്ന പല വീഡിയോസുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനം. ഞാൻ പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടെന്ന് തോന്നുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തു, വളരെ നന്ദി സബ്സ്ക്രൈബ് ചെയ്തവർക്ക്. അപ്പോ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. സിദ്ദിഖിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ എന്ത് ചെയ്യരുത്, അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. ഞാൻ പറയും അങ്ങനെയാണ് വേണ്ടത്. അത് നല്ല കാര്യമായി ആയിപ്പോയി എന്ന് പറയുന്നത്. ഇതുപോലെ വന്ന് വിടുവായിത്തരം വന്ന് ഒരുങ്ങി വട്ടപ്പൊട്ട് ഇട്ടു മറ്റേ ഈ പറഞ്ഞതുപോലെ മുല്ലപ്പൂ വെച്ചോണ്ട് വന്ന് ഈ പറഞ്ഞ അപരാധങ്ങള് വിളിച്ചു പോകുന്ന, അതായത് ഒരു തമാശ പറയുന്ന ലാഘവത്തിൽ സെക്സ് സ്റ്റോറികൾ ചുമ്മാ വാങ്ങി തരുന്നതെല്ലാം ഇങ്ങനെ വിളിച്ചു പറയുന്നവർക്കുള്ള ചുട്ട മറുപടി തന്നെ. അവർക്ക് ചെകിട്ടത്ത് കിട്ടിയ ഒരു അടിയായിട്ട് ഞാൻ ഇത് കണക്കാക്കുന്നത്. ജെന്യൂനായിട്ട് വരുന്നവർ ഇവരൊക്കെ ഇതുപോലുള്ള മീനു മുനീർമാര് വന്ന് സ്വന്തം പൈസയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെയുള്ള വിടുവായത്തം വിളിച്ചു പറയുമ്പോൾ ജെന്യൂനായിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട്. അവരെയും കൂടി നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാള് പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെണ്ണ് പരാതിപ്പെട്ട് ഓടിച്ചൊരു ആളിനെ പൊക്കുക, എടുത്ത് പിന്നീട് എന്ത് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക. പെണ്ണ് പരാതിപ്പെട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയും, ഞാൻ ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ അവിടെ പോയപ്പോൾ മോഹൻലാൽ എന്നെ അവിടെ കയറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നെ പീഡിപ്പിച്ചു, ഇത്രയും പറഞ്ഞാൽ മതി. അവളെ കാര്യം കഴിഞ്ഞു. പിന്നെ അവൾക്ക് തെളിയിക്കാനുള്ള ഒരു ബാധ്യതയില്ല. പിന്നെ തെളിയിക്കാനുള്ള ബാധ്യത മൊത്തം പോലീസുകാർക്കാണ്. ഉടനെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അതിപ്പം വല്ല ഉന്നതരാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവന്മാർ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോർട്ടോ എവിടെയെങ്കിലൊക്കെ പോയി അവന്മാർ രക്ഷപ്പെടും. അല്ലാത്ത സാധാരണക്കാരാണെങ്കിൽ തീർന്ന്, പെണ്ണ് പറഞ്ഞാൽ തീർന്ന്, പെണ്ണിനെല്ലാം കുറ്റം പറയും. ഇതുപോലുള്ള കുറെ തണ്ടികളുണ്ട്. പൈസക്ക് വേണ്ടി വന്നിരുന്ന് മറ്റേ അങ്ങനെ പാട്ടും പാടി വന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന ഈ സെക്ഷൽ അബ്യൂസ് തന്നെ വളരെ ഒരു തമാശവൽക്കരിച്ച നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ താരം മറ്റാരുമല്ല, അത് മീനു മുനീർ. അതായത് ഞാൻ ഈ പറയുമ്പോൾ നമ്മുടെ ഫിലിമിന്റെ ഒക്കെ പടം റിലീസാകാൻ പോകുമ്പോൾ ഒരു പുതിയ പടം വരുമ്പോഴേക്ക് അതിന്റെ ഒൺറീലിൽ വരുമല്ലോ, അതിൽ പറയല്ലേ, ദാ ഉടൻ വരുന്നു അടുത്ത മോഹൻലാലിന്റെ അടുത്ത പടം ഉടൻ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോസ്റ്റ് ഇടുക, അടുത്ത പീഡന കഥ, അടുത്ത ആൾ ഇതാണ് നോക്കിയിരുന്നു എന്ന് പറഞ്ഞുള്ള പീഡന കഥകൾ ഇടുക. ഇതൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇന്ന് ഈ പറയുന്ന സിദ്ദിഖിന് അങ്ങനെ ഒരു ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. ചുമ്മാ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന പിടിച്ചാക്കത്തില്ല. അതായത് നിങ്ങൾ പോയി കണ്ടുപിടിച്ച് അതിന് ഈ പറയുന്ന സാധൂകരിക്കുന്ന തെളിവുകൾ കിട്ടിയ എടുത്താകത്തില്ല. അല്ല ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞു ഉടനെ കൊണ്ടാകത്തില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുക, അവർ പറഞ്ഞ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനൊക്കെ ശേഷം മതി അറസ്റ്റ്. മനസ്സിലായി? അവൻ പുണ്യാണെന്ന് ഞാൻ പറയുന്നില്ല. അവളെ ഇവനുമായിട്ട് പിന്നീട് ഞാൻ ഇപ്പോഴും പറയാം, സിദ്ദിഖും ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. അത് 100% എനിക്ക് ഉറപ്പാണ്. പക്ഷെ അവിടെ കൺസെന്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കൂടെയാണോ ചെയ്തു എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. മനസ്സിലായി? അല്ലാതെ പോയി സൂഹിക്കാൻ വേണ്ടി പോയി കിടന്ന് പരസ്പരം നല്ല സുഖിച്ചൊക്കെ ഇരുന്നിട്ട് അവസാനം 10-15 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ അവിടെ പോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് സത്യം പറയാലോ, എനിക്ക് അവരോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മീനു മുനീറിന്റെ കേസ് പറഞ്ഞ മീനു മുനീറിന്റെ ഒരു 1-2 വോയിസ് ക്ലിപ്പുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മിന്നു കുര്യൻ ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ്. ഞങ്ങളുടെ നെയ്ബറായിരുന്നു ഈ പെൺപിള്ള, ഈ സ്ത്രീ. ഇത് ഞങ്ങളുടെ നെയ്ബറായിരുന്നു. ഞങ്ങൾ ആർമിയുടെ ഫ്ലാറ്റ്, ഹൈക്കോടതി മറൈൻ ഡ്രൈവിലെ ആർമിയുടെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി. ബ്രോ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. സന്തോഷ് മാധവൻ കേസ് ഒന്ന് അടിച്ചു നോക്കിയ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസുണ്ട്. അത് ഭയങ്കര വിവാദമായതാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ പോലീസുകാർ വന്നാണ് ഇവരെ അന്വേഷിച്ചു. അന്നത്തെ ആ കേസില് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് ഇവര്. പക്ഷെ ഇവർ ഉടായ്പ സ്ത്രീയായിരുന്നു നിന്നോട്ടെ. ഇവരെ പിമ്പാണെന്ന് പറയാം, പെണ്ണുങ്ങളെ സന്തോഷ് മാധവൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത്. എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടിവിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത്, ഇവര് വന്നിരുന്ന് നിങ്ങൾ പുണ്യാളത്ത് ചമയുമ്പോ ഇവര് കൊണ്ടുപോയിക്കണ പെണ്ണുങ്ങൾ വന്നിരുന്നിന് ഇത് ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂലേ. ഇവര് കൂടുതലും പെണ്ണുങ്ങളെ ഹാപ്പി ആയിട്ട് വിടും. ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാൽ അതായിരിക്കണം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവർക്കെതിരെ കുറെ ഹേറ്റേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ഈ ഫീൽഡിൽ ഇവരുടെ ചൂഷണപ്പെട്ട പെണ്ണുങ്ങൾ കുറെ വരേണ്ടതല്ലേ.
ഒരെണ്ണം ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇനിയും വരേണ്ടതാണെന്നാണ് എന്റെ ഇത്. ആ വോയിസ് ക്ലിപ്പുകള് കൃത്യമായിട്ട് പറയുന്നത് മീനു മുനീർ ഒരു പിമ്പായിരുന്നു എന്നുള്ളതാണ്. സന്തോഷ് മാധവൻ പണ്ടത്തെ സ്വാമിയായിട്ടൊക്കെ നടന്ന് പെൺകാണികവും ഈ പറയുന്ന വസ്തു കച്ചവടവും മറ്റതും മറിച്ചതും ഭയങ്കര കുറെ കാലം ഇതിന്റെ വേക്കിലായിരുന്നു. അപ്പൊ അവന് പെൺകുട്ടികളെ ഈ പറയുന്ന എന്താണ് നാരി പൂജ വരെ ചെയ്യുന്ന ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന അവന് എന്ത് ചെയ്യണം, ഈ പെണ്ണിനെ കൊണ്ട് പിന്നെ കാഴ്ച വെച്ച് കൊണ്ടു കൊടുത്തിരുന്നത് മീനു മുനീർ ആയിരിക്കും. സത്യമായിരിക്കും. അവൾക്ക് ഇത് തന്നെയാണ് പണിയായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും ലാഘവത്തോടെ വന്നിരുന്ന് പറയണമെങ്കിൽ ഇതുവരെ കഥകൾ ഇവൾക്ക് അറിയാമെങ്കിലും ഇതൊക്കെ ഇവൾ പറയുന്നതൊക്കെ ഇവൾ ഊഹിച്ചല്ലെങ്കിൽ ഇവൾ ഈ ഫീൽഡിൽ നിന്നത് കൊണ്ട് തന്നെ പല പല കഥകൾ കേട്ടറിഞ്ഞുള്ള സംഭവങ്ങളാണ് ഇവൾ പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇവളൊരു പിമ്പാവാൻ ചാൻസ് കൂടുതൽ, വളരെ 99.9% അതിനാണ് ചാൻസ് കൂടുതൽ. അപ്പോ അങ്ങനെ ഇവിടെ ഈ ഫ്ലാറ്റിൽ വന്ന് പോലീസുകാർ ഫ്ലാറ്റിൽ വന്ന് ഇവിടെ ഈ പറഞ്ഞ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തു എന്നൊക്കെയാണ് ആ വോയിസിലുള്ളത്. ശരി, അതോടെ ഇരിക്കട്ടെ, എന്തോ ആയിക്കോട്ടെ. ചേച്ചി ഏതാണ് ലെവലാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. അടുത്ത് നമുക്ക് വന്നത് മറ്റൊരു കേസ്. ഞാൻ ഈ പറയുന്നത് ഇതൊരു ഭീഷണിയാണ് അല്ലെങ്കിൽ ഇത് പൈസ തട്ടിക്കാനുള്ള ഒരു സംഭവമാണ് എന്ന് പറയാൻ കാരണം അടുത്ത ഈ ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ ഫോൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് 14-ാം തീയതിയാണ് അടുത്ത കഥ, അടുത്ത സെക്സ് സ്റ്റോറി, അടുത്ത കഥ വരാൻ പോകുന്നു. ഇതാണ് കഥ. അടുത്ത പിന്നെ ലൈംഗിക ചൂഷണം അടുത്തത് ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കൊട്ടിഘോഷിച്ചത് മീനു മുനീർ അപ്പയാണ്. 14-ാം തീയതിയാണ്. ഈ 14-ാം തീയതി കൊട്ടിഘോഷിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന മീനു മുനീറിന്റെ വക്കീൽ എന്ത് ചെയ്തു, സംഗീത ലൂയിസ്, അവരുടെ ചരിത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സംഗീത ലൂയിസ് എന്ത് ചെയ്തു, ഈ പറയുന്ന ബാലചന്ദ്രന്റെ മേനോനെ വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾക്കെതിരായിട്ട് ഉടനെ 3 പെൺകുട്ടികൾ പീഡന പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോ അവിടെ ബാലചന്ദ്ര മേനോൻ നിനക്ക് സൗകര്യമുള്ള നീ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്ര മേനോൻ കട്ട് ചെയ്തു. ഇത് ഞാൻ ഫോൺ അങ്ങനെയാണ് ബാലചന്ദ്ര മേനോൻ എന്ത് ചെയ്തു, മീനു മുനീറിനെതിരായിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്നത് ആണല്ലോ. അതുവരെ മീനു മുനീർ കേസ് കൊടുത്തിട്ടില്ലായിരുന്നു. ബാലചന്ദ്ര മേനോൻ ഒരു ഓർക്കാപ്പുറത്തുള്ള അടിയാണ് ബാലചന്ദ്ര മേനോൻ ഇവർക്കെതിരായിട്ട് കേസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ മീനു മുനീർ ഓടി ചെന്ന് മീനു മുനീറും എന്ത് ചെയ്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. ശരി, അവിടെ ഈ വക്കീല്, ഈ സംഗീത ലൂയിസ് എന്ന് പറഞ്ഞ വക്കീല് ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ വിളിച്ചത് ശരി തന്നെയാണ്. ഞാൻ ഈ പറയുന്ന ആരെ വിളിച്ചത്, ബാലചന്ദ്രൻ മേനോനെ വിളിച്ചത് 13-ാം തീയതി വ്യക്തമായി പറയാം. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു. ഈ 3 നടിമാര് 154 സ്റ്റേറ്റ്മെന്റ് വ്യക്തമായി കോടതിയിൽ കൊടുത്തു. അയാൾ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇയാള് ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് പറഞ്ഞു താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് അന്ന് വിളിച്ചത്. അത്രേ ഉള്ളൂ. മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ ഉറങ്ങണ്ടല്ലോ. ഇപ്പൊ എന്തിനു ഉറങ്ങുന്നത്? ഇത്രയും ആൾക്കാരെ പീഡിപ്പിച്ച് ഇത്രയും പേരുടെ ജീവിതം പാഴാക്കിയിട്ട് ഈ അടുത്ത് ഞാൻ പൈസ ആവശ്യപ്പെടാനായിട്ട് ഞാൻ അത്രയും വലിയ മണ്ടനാണ്. ഞാൻ അറിയപ്പെടുന്ന ഒരു വക്കീൽ കുടുംബത്തിലുള്ളതല്ലേ. ഇയാളുടെ പൈസ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വിളിച്ചത് ശരിയാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മാസം 13-ാം തീയതി വിളിക്കുന്നു. വിളിച്ചിട്ട് ഇങ്ങനെ 3 പേര് താങ്കൾക്കെതിരായിട്ട് വിളിച്ചത് ആരെയാണ്? ബാലചന്ദ്ര മേനോന്റെ ഭാര്യനെയാണ് അവൻ ആദ്യം വിളിക്കുന്നത്. ബാലചന്ദ്ര മേനോന്റെ നമ്പർ ഇല്ലെന്നാണ് നമ്മൾ കരുതുന്നത്. ഭാര്യയെ വിളിച്ചാൽ ആദ്യം പറയുന്നത്. ഭാര്യയൊക്കെ ആവുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വളരെ നിങ്ങളായിട്ട് അവിടെ പോയി വല്ല പൂശാനിട്ട പോയി നിങ്ങൾ പൈസ കൊടുത്ത് അങ്ങ് ഒതുക്ക്. ഈ ഭാര്യമാർ പെട്ടെന്ന് പാനിക് ആയിപ്പോ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഭാര്യയെ വിളിച്ച് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് പറയുന്നു. അതിനുശേഷം ബാലചന്ദ്ര മേനോനെ വിളിക്കുന്നു. ബാലചന്ദ്രൻ ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്ത് പറയുന്നത് നിനക്ക് സൗകര്യമുള്ള ചെയ്യടാന്ന് പറഞ്ഞു ബാലചന്ദ്ര മേനോൻ എന്ത് ചെയ്തു, ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം കേസ് കൊടുക്കുന്നു. അപ്പോ ഇവർ എന്തിനാണ് ഫോൺ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറയണ ന്യായം എന്ന് പറയുന്നത് അങ്ങ് പിന്നീട് ഒരു മുൻകരുതലിന് വേണ്ടിയിട്ട് അവനൊരു മുൻകരുതൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ വിളിച്ചത്. അതായത് എന്തിനാ കിടന്ന് ഉറങ്ങണേ എന്തിന്, അത്രയും പീഡിപ്പിച്ചിട്ട് കിടന്ന് ഉറങ്ങണേ, ഒന്ന് ഉഷാറായിട്ട് ഇരിക്കട്ടെ. എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലായി. അതായത് എന്ത് ചെയ്തു, ഒരു പരാതിക്കാരി കേസ് കൊടുക്കുന്ന ആളെടുത്ത് ഞാൻ കേസ് കൊടുക്കാം. അതിന് മുമ്പേ ആ വക്കീൽ പിന്നീട് പരാതിക്കാരിയുടെ വക്കീൽ എന്ത് ചെയ്യുന്നു, പ്രതിയെ വിളിച്ച് പറയണേ ഞാൻ കേസ് കൊടുക്കാൻ 3 പേരുണ്ടാവുന്നു. അപ്പൊ അതിന് ഉത്തരം എന്തുകൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ ഈ പുള്ളി പറയുന്നതിന് അതിന്റെ ന്യായം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ കടന്ന് ഉറങ്ങണ്ടാവോന്ന് എണീക്കട്ടെ. ചെറിയ മൂളയുള്ളവർ, ചെറിയ സെൻസ് ഉള്ളവർ ഇത് മനസ്സിലാക്കുക. ഇനിയും ഇതിനെ ന്യായീകരിച്ചു പല വക്കീലന്മാർ വിളിക്കാറുണ്ട്. എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. വക്കീലന്മാര് ഒരു കേസ് വരുന്നതിന് മുമ്പ് വിളിക്കുന്നത് കോംപ്രമൈസ് വക്കീൽ കോർട്ടിന് പുറത്ത് ഇത് സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക. അല്ലാതെ വേറെ ഒരു തേങ്ങയ്ക്കും ഇല്ല.
ഞാൻ നിങ്ങൾക്ക് എതിരായിട്ട് കേസ് നിങ്ങൾ ഒരു പ്രൊട്ടക്ഷൻ എടുത്തോ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം വിട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ. അപ്പൊ ഈ ഒരു വക്കീലും ചെയ്തില്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും യവൻ വിളിച്ചത് മറ്റൊന്നുമല്ല, ഇത് ഇങ്ങനെയാണ് 3 പേര്. നിങ്ങൾ അന്ന് പോയി അവിടെ പോയി 3 കൊണ്ട് അതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞില്ല ഈ വക്കീലിനെ വിളിക്കാനുള്ള കാരണം ഇത് ഞാൻ ഇന്ന് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ബാലചന്ദ്ര മേനോന് എന്റെ അറിവ് ശരിക്കും ആ ബാലചന്ദ്രൻ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. മദ്യവും മദുരാശിയുമാണ് എന്റെ വീക്ക്നെസ്. അത് ആണുങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? അത് പെണ്ണാണ്. അതിന് നിങ്ങൾ എവിടെയൊക്കെ പറഞ്ഞാലും മിക്ക ഒരു 95% ആണുങ്ങളുടെ വീക്ക്നെസ് പെണ്ണാണ്. ഈ പെണ്ണുങ്ങള് എന്ത് ചെയ്തു? ഈ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ എത്ര വലിയ ഇത്തിരി സൗന്ദര്യം ഇത്തിരി ശരീര വടിവൊക്കെ ഉള്ള പെണ്ണുങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വന്ന് കലക്കി എടുത്ത് കൊഞ്ചിയൊക്കെ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ സാധിച്ച് അവന്റെ കൂട്ടത്തിൽ കിടന്ന് ഉള്ള സൂയിക്കൊക്കെ ചെയ്ത് അവന്റെ അപ്പ കിട്ടുന്ന പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർ പോകും. അതിനുശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ആണ്ട ഒരു കേസ് ചെളിയിച്ചോട്ട് അപ്പുറത്ത് കഴുകുക. അതാണ് ആണിന്റെ ആ സമയത്തുള്ള സംഭവമുള്ളൂ. അവൻ എവരെ വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഒരു പെൺകുട്ടി വന്ന് എന്നെ ഇങ്ങോട്ട് സെഡ്യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കാനും ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധം കുറച്ചേരും കഴിയുമ്പോൾ പിന്നെ ആണ് മടുക്കും. അടുത്ത ഇതിലേക്ക് അതാണ് ബേസിക് സ്വഭാവം ആണുങ്ങളുടെ. അല്ല പ്രേമം വേറെയുണ്ട്. ഈ പറയുന്ന ചിലവർക്ക് ചില കേസുകളിൽ മാത്രം അവർ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. അപ്പൊ ഈ ആണിന് തന്നെ അറിയാം എവൾ ഇതിന് കഴിഞ്ഞ് വന്നത് എന്റെ സുഖം അപ്പൊ കുറച്ചുനേരം കഴിഞ്ഞിട്ട് അപ്പൊ അടുത്ത കഴിഞ്ഞു പോകും, അടുത്ത പിന്നെ മെച്ചിൽ പുറം തേടി പോകും. അപ്പൊ ഈ പെണ്ണെന്ത് ചെയ്യും? കുറച്ചുനേരം കഴിഞ്ഞ് ആലോചിക്കും, ഞാനത് ഇതെല്ലാം എടുത്തിട്ടും കൊടുത്ത് അവൻ ഇപ്പോൾ സ്റ്റാറായിട്ട് എനിക്ക് ഒരു തേങ്ങ ആയില്ല ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ ഇല്ല, അപ്പൊ ഇനി ഒന്ന് പീഡനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടുമല്ലോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതാണ് സംഭവം ബേസിക്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫോൺ വിളിയിൽ ഈ പുള്ളി പറയുന്നത് എന്താണ്? അവനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് നീ ഉറങ്ങണ്ടടാ നീ ഉണർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്ത് ലോജിക്കാണ് ഇതത്? ഒരു കാര്യം ഞാൻ പറയുന്നത് ഒരിക്കലും വിളിച്ച് പൈസ വേണമെന്ന് പറയത്തില്ല. അതും നമുക്ക് കോമൺ സെൻസിന് മനസ്സിലായി. ഇപ്പം ഈ വക്കീല് ഈ പറയുന്ന ബാലചന്ദ്ര മേനോനെ വിളിച്ചിട്ട് ഹലോ നിങ്ങൾക്ക് 3 പേരുടെ പിന്നെ കേസ് കൊടുക്കാനുണ്ട് ഇതിന് നിൽക്കും. പൊതുവെ ഇപ്പൊ ഞാനാണ് ബാലചന്ദ്ര മേനോനാണെങ്കിൽ എന്റെ വൈഫിനെ വിളിച്ച് പറയുന്നു, യവൻ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വക്കീൽ എന്നെ വിളിച്ചിട്ട് പറയണം ഇതുപോലെ നിങ്ങൾക്ക് നാളെ 3 പേരുടെ നിങ്ങൾക്ക് പേരിൽ ലൈംഗിക പീഡന കേസ് കൊടുക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ഇത് നാറ്റാതെ ഇത് കേസിന് പോയാൽ ഞാൻ തീരും. ഈ സംഭവം സത്യമാണ്. ഇത് നാട്ടിക്കാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ നോക്കും. അപ്പൊ പൈസയുടെ ഇത് ഇടുന്നത് വക്കീൽ ഒരിക്കലും പറയാം. വക്കീൽ അവിടെ നിൽക്കുന്നത് ഇടുന്നതാണ് നിങ്ങൾക്കൊരു അവസരം. പൈസയുടെ ഡീലിംഗ് ചെയ്യാൻ ആരാണ്? ബാലചന്ദ്ര മേനോൻ. അതായത് ഇപ്പൊ എന്നെ വിളിക്കാൻ ഞാനാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ പറയും അങ്ങനെ നമുക്ക് അതിന് മുമ്പ് സംസാരിക്കാം എന്നിത്രയും പറഞ്ഞാൽ മതി, നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവൻ അവിടെ രക്ഷപ്പെട്ടു, അവൻ അവിടെ ജയിച്ചു. അവന് പറ്റിയ അബദ്ധം ഇത് വന്ന് പറഞ്ഞപ്പോ ബാലചന്ദ്ര മേനോൻ എടുത്തെടുത്തു നീ കൊണ്ട് നീ കൊണ്ട് സൗകര്യം നിനക്ക് തോന്നുന്നു നീ ചെയ്യും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയാനുള്ള ചങ്കൂറ്റം അവിടെ ബാലചന്ദ്ര മേനോൻ കാണിച്ചു. ബാലചന്ദ്ര മേനോൻ പെണ്ണ് അവന് വീക്ക്നെസ് തന്നെയാണ്. അവൻ പലരെയും കൊണ്ട് കളിച്ചിട്ടുണ്ടാവും. പലരെ 2, 3, 4 പേര് വെച്ച് അവന്റെ ചിലർ പിന്നെ ഈ പറഞ്ഞ ലൈംഗിക വൈകൃതം അങ്ങനെയൊക്കെ ആയിരിക്കും 3, 4 പേര് വെച്ചൊക്കെ കളിക്കുന്നുണ്ടാവാം. ഈ പറയുന്ന ഈ ആരാണ് ഈ മീനു മുനിയോട് പറഞ്ഞില്ലേ എന്റെ പുറത്തേക്ക് ഈ പറയുന്ന സെമൻ അതും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. അവിടേക്ക് ചിരിച്ചു കിണുങ്ങി എന്ന് നിന്നെയാണ് അടിക്കാനുള്ളത്, മനസ്സിലായോ? അപ്പൊ അവിടെ പോയി ഇരിക്കുകയും അവൻ ഈ പറയുന്ന നിന്റെ ഫ്രണ്ടിൽ വെച്ച് ഈ പറയുന്ന വാസ്തുവേഷൻ ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയും കുനിഞ്ഞു നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടല്ല മറ്റേ എന്ന് പറയില്ല. അതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് വിഷയം, മനസ്സിലായില്ലേ? അവൻ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നെ ബലമായിട്ട് എന്നെ പീഡിപ്പിച്ചതാണ് എന്ന് പറയുമ്പോഴാണ് വിഷയം. അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചു, ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇത്രയും പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുക, ഇത്രയും പേര് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറയുക, എന്നിട്ട് ഈ ഇരകളെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്നടുത്ത് വെച്ചിട്ട്, അതായത് ഉറപ്പായിട്ട് ചെയ്ത് തെളിവുകൾ വെളിയിലുള്ളവർ ഇപ്പൊ ഒരു നടനെന്ന് വെച്ചോ, ആ നടനെ വിളിക്കുകയാണ്. അപ്പൊ ആ നടനും ചിലപ്പോൾ ആ പറയുന്ന പെൺകുട്ടിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടെന്ന് കരുതിക്കും. ചാറ്റിങ്ങിൽ പലപ്പോഴും ഈ പറയുന്ന നടൻ എന്ത് ചെയ്യുന്നു, അവളെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ വളച്ചെടുക്കാൻ വേണ്ടി പല മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരണം എനിക്ക് വരണം തന്നെ ഭയങ്കര അങ്ങനെയുള്ള മെസ്സേജുകൾ ഈ പെണ്ണിന്റെ കയ്യിലുണ്ട് എന്നുറപ്പുള്ള നടന്മാരുണ്ട്. അവരെ വിളിച്ചിട്ട് ഈ സംഭവം പറയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരൊരിക്കലും എന്ത് പറയത്തില്ല, ഞാൻ നോക്കുന്നത് തോന്നുമ്പോൾ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. അവരവിടെ എന്ത് ചെയ്യും? അവരവിടെ ഡീല് സംസാരിക്കും. അവരേവരുമായിട്ട് പുറമെ എന്ന് ഡീൽ അവിടെ പൈസ കൊടുത്ത് ക്ലീൻ ആക്കും. ഇത് നല്ല രീതിയിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വക്കീലും മീനു മുനീറും നല്ല രീതിയിൽ പൈസ ഒപ്പിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവൾക്ക് ഈ പറയുന്ന എന്താണ് ആവേശം കൂടുന്നത്. ഈ ആവേശത്തിന്റെ പുറത്താണ് അവൾ വീണ്ടും ഓരോ ഈ പറഞ്ഞ വെളിപ്പെടുത്തുകൾ ഇത്രയും ചങ്കൂട്ടത്തോടെ വന്നിരുന്ന് പറയുന്നത്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ.
വളരെ സിമ്പിൾ. ഈ പറയുന്ന മീനു മുനീറും ഈ പറയുന്ന വക്കീലുമായി നടത്തുന്ന ഒരു ഹണി ട്രാപ്പ് തന്നെയാണ്. ഒരു നല്ല തുക ഇവർക്ക് ഇതിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന നടന്മാരാരും ഈ പുണ്യാളന്മാരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇത് പോയി കിടന്നു കൊടുത്തിട്ട് സ്വന്തം കൺസെന്റോട് കൂടി കിടന്നു കൊടുത്ത് സുഖിച്ചിട്ട് അവസാനം ഇപ്പോ നീ എന്നെ അന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പൈസ തട്ടിക്കാനുള്ള സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.